السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك أنبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങൾ വിശദീകരിച്ചു വരുന്ന നമ്മുടെ ഈ ദർസിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അസ്മാ, അവൻ്റെ പേരുകൾ, അവൻ്റെ വിശേഷണങ്ങൾ, ഇത് പൂർണ്ണമായി അറിയുക, പരിപൂർണമായി അവനെ മനസ്സിലാക്കുക, അവന് അർഹതപ്പെട്ട രൂപത്തിൽ അവനെ സ്തുതിക്കുക എന്നത് നമുക്ക് സാധ്യമല്ല. എന്നാൽ നമുക്ക് സാധ്യമാകുന്ന തരത്തിൽ അള്ളാഹുവിനെ അറിയാനും അവനെ സ്തുതിക്കാനും അവനെക്കുറിച്ച് പഠിക്കാനും നമ്മൾ ശ്രമിക്കുക. അതിലേക്കുള്ള ഒരു സഹായം മാത്രമാണ് നമ്മുടെ ഈ ദർസുകൾ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പേരുകളിൽ വന്നിട്ടുള്ള, അവൻ്റെ പേരുകളായി വന്നിട്ടുള്ള രണ്ട് നാമങ്ങളാണ് അൽ മുഅത്തി, അൽ മാനി എന്നീ രണ്ട് പേരുകൾ. അൽ മുഅത്തി എന്നാൽ നൽകുന്നവൻ എന്നാണ് അർത്ഥം. അൽ മാനി എന്നാൽ നൽകാതെ തടഞ്ഞു വെക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്നമാ അന ഖാസിം വല്ലാഹുൽ മുഅത്തി. ഇന്നമാ അന ഖാസിം, ഞാൻ വീതിച്ചു നൽകുന്നവൻ മാത്രമാണ്. വല്ലാഹുൽ മുഅത്തി, അല്ലാഹുവാണ് നൽകുന്നവൻ. അതുപോലെ നോക്കൂ, നമ്മൾ റബ്ബിനെ കുറിച്ച് പറയാറുള്ള ദുആകളിൽ ഒന്നാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, റബ്ബേ നീ നൽകിയത് തടയാനാരുമില്ല, നീ നൽകാൻ ഉദ്ദേശിച്ചത് തടയാനാരുമില്ല. വലാ മുഅതിയ, തരാനാരുമില്ല. ലിമാ മനഅത, നീ തടഞ്ഞു വെച്ചത് തരാനും ആരുമില്ല. യഥാർത്ഥത്തിൽ ഹഖീഖത്തിൽ നൽകുന്നവനും നൽകാതിരിക്കുന്നവനും റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. പടപ്പുകൾ മുഴുവൻ ആരാകട്ടെ, നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്ന ആളുകളാകട്ടെ, തരുന്നവരാകട്ടെ തരാതിരിക്കുന്നവരാകട്ടെ, അവരെല്ലാം യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ വിഹിതം നൽകുന്നവർ മാത്രമാണ്, വീതിച്ചു നൽകുന്നവർ മാത്രമാണ്. യഥാർത്ഥത്തിൽ നൽകുന്നവൻ റബ്ബാണ്. യഥാർത്ഥത്തിൽ പിടിച്ചു വെക്കുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതല്ലാതെ ആര് നമുക്ക് നൽകിയാലും ആര് നമുക്ക് നൽകാതിരുന്നാലും അള്ളാഹുവിന്റെ വിധിക്ക് അപ്പുറത്ത് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് വല്ലതും ലഭിച്ചിട്ടുണ്ട്, അള്ളാഹുവാണ് അത് നൽകുന്നത്. നമുക്ക് വല്ലതും ലഭിച്ചില്ലേ, റബ്ബിന്റെ തീരുമാനപ്രകാരമാണത്. അള്ളാഹു നൽകുന്നത്, അവന്റെ അതാ, അവൻ നൽകുക എന്നത് അവന്റെ ഏത് പ്രവർത്തനങ്ങളും എന്നതുപോലെ അവന്റെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനു പിന്നിൽ അള്ളാഹുവിന്റെ മഹത്തരമായ യുക്തിയുണ്ട്, അവന്റെ ലക്ഷ്യമുണ്ട്. അതില്ലാതെ ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല. അള്ളാഹു അവന്റെ പടപ്പുകൾക്ക് വല്ലതും നൽകിയിട്ടുണ്ടോ, അതിനു പിന്നിൽ അള്ളാഹുവിന് അവന്റെ മഹത്തരമായ ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് അവൻ നൽകിയത്. അവൻ നൽകാതിരുന്നിട്ടുണ്ടോ, അവിടെയും യഥാർത്ഥത്തിൽ
അങ്ങനെ തന്നെയാണ്. അള്ളാഹു തരാതിരിക്കുന്നത്, അവന്റെ പടപ്പുകൾക്ക് വല്ലതും കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് ഒരിക്കലും പിശുക്കുകൊണ്ടല്ല. സുബ്ഹാനല്ലാഹ്, അവന് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടുമല്ല. നോക്കൂ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് ഈമാൻ നൽകുന്നില്ല. അത് യഥാർത്ഥത്തിൽ അതിനു പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. അവനവരോട് അനീതി ചെയ്തിട്ടില്ല. കാരണം ഈമാൻ അത് എല്ലായിടത്തും യോജിക്കുകയില്ല. അള്ളാഹു ഈമാൻ അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ നൽകുകയുള്ളൂ. നമ്മൾ അറിയണം, അള്ളാഹു ഒരിക്കലും അനീതി ചെയ്യുകയില്ല. നമുക്ക് നൽകിയതിന്റെ നൽകാത്തതിന്റെ പിന്നിലെ ഹിക്മത്ത്, അതിന്റെ പിന്നിലുള്ള യുക്തി നമ്മൾ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി, അള്ളാഹു ഒരു തരിമ്പ് അവന്റെ അടിമകളോട് അനീതി അക്രമം ചെയ്യുകയില്ല. അവൻ അനീതിയോ അക്രമമോ അവന്റെ അടിമകളോട് ഉദ്ദേശിക്കുക പോലുമില്ല. വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ. അള്ളാഹു ലോകരോട് അതിക്രമം ചെയ്യാൻ, അനീതി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. അള്ളാഹുവിന്റെ ഈ പേരുകൾ, അവന്റെ ഈ വിശേഷണങ്ങൾ അത് യഥാവിധി മനസ്സിലാക്കാത്തവർ, അത് യഥാർത്ഥ രൂപത്തിൽ ഖൽബിൽ ഉൾക്കൊള്ളാത്തവർ, അവർക്കാണ് വല്ലതും കിട്ടാതെ പോയാൽ ആകെ വെപ്രാളം ഉണ്ടാവുക. നമുക്കങ്ങനെ വരുന്നുണ്ടോ? എന്തെങ്കിലും കിട്ടാതെ പോയതിൽ, നഷ്ടപ്പെട്ടു പോയതിൽ ആകെ വെപ്രാളത്തിലും ബേജാറിലും ആകെ മനപ്രയാസത്തിലുമായി പോകുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഈ പേരുകൾ, അവന്റെ ഈ വിശേഷണങ്ങൾ, അവനാണ് അൽ മുഅ്തി, അവനാണ് നൽകുന്നവൻ, അൽ മാനി, തടയുന്നവൻ അവനാണ് എന്നത് യഥാവിധി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് യഥാവിധി ഉറച്ച വിശ്വാസത്തോടെ ഉൾക്കൊണ്ടിട്ടില്ല. അള്ളാഹു ഒരു പക്ഷേ നൽകാത്തത് അവൻ തടഞ്ഞു വെക്കുന്നത് അത് അവന്റെ അടിമകളോടുള്ള കാരുണ്യമായിരിക്കും. കാരണം ചിലത് നൽകിയാൽ, ചിലത് കിട്ടിയാൽ നമ്മൾ ഉള്ള അവസ്ഥയിലായിരിക്കുകയില്ല, നല്ല അവസ്ഥയിലായിരിക്കുകയില്ല. അള്ളാഹു നോക്കൂ, അവന്റെ കിതാബിൽ പറഞ്ഞത്, വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ് വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ. അള്ളാഹു അവന്റെ അടിമകൾക്ക് റിസ്ഖ് വിശാലമായി നൽകിയിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർദ്, അവർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചേനെ. വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ. മറിച്ച് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ഒരു തോതനുസരിച്ചാണ് ഇറക്കുന്നത്, അവൻ അവതരിപ്പിക്കുന്നത്. ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ നമ്മെ വിനയമുള്ളവരാക്കി തീർക്കും. അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു മുസീബത്താണ് അള്ളാഹുവിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന അനുഗ്രഹത്തെക്കാൾ നല്ലത്. അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു പരീക്ഷണം, അതാണ് യഥാർത്ഥത്തിൽ നല്ലത്. എന്തിനേക്കാൾ? അള്ളാഹുവിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന സുഖങ്ങൾ നിറഞ്ഞ, അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജീവിതത്തെക്കാൾ. യഥാർത്ഥത്തിൽ നമ്മൾ മുസീബത്ത് ആഗ്രഹിക്കാനല്ല, മുസീബത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാനല്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കാനാണ് പഠിപ്പിച്ചത്. ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത്, നന്മ ചോദിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മെ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയുന്ന സുഖങ്ങൾ, സൗകര്യങ്ങൾ, ഒരു പ്രയാസവും തൊട്ടു തീണ്ടാത്ത ജീവിതം, അത് യഥാർത്ഥത്തിൽ നാളെ പരലോകത്ത് നമുക്ക് വലിയ നഷ്ടമായി തീരും. എന്നാൽ അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിച്ച് അവനിലേക്ക് താണും അവനിലേക്ക് കേണുമടങ്ങാൻ, അവന്റെ മുന്നിൽ കണ്ണീരൊഴുക്കാൻ, അവനിലേക്ക് ഇരു കരങ്ങൾ ഉയർത്താൻ, ആരും കാണാത്ത സന്ദർഭങ്ങളിൽ അവനോട് കരളുരുകി പ്രാർത്ഥിക്കാൻ നമ്മെ പ്രേരിപ്പിച്ച് അതിലേക്ക് നമ്മെ നയിച്ച വല്ല കാര്യവുമുണ്ടോ, പ്രയാസമുണ്ടോ? യഥാർത്ഥത്തിൽ നമുക്ക് അനുഗ്രഹമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അഥവാ പരീക്ഷണങ്ങൾ കൊണ്ട് ഒരടിമക്ക് കരുണ ചൊരിയുന്ന റബ്ബ്, പരീക്ഷണങ്ങൾ മുഖേന അടിമക്ക് റഹ്മത്ത് ചൊരിയുന്ന റബ്ബ്. യഥാർത്ഥത്തിൽ അവന്റെ റഹ്മത്താണ് ലഭിച്ചിട്ടുള്ളത്, കാരുണ്യമാണ് ലഭിച്ചിട്ടുള്ളത്. ഇരു ലോകത്തും അവന് ഉന്നത പദവികളാണ്. ആ ക്ഷമ കൊണ്ട്, അള്ളാഹുലേക്കുള്ള ദുആ കൊണ്ട്, അവനിലേക്കുള്ള മടക്കം കൊണ്ട് ലഭിച്ചിട്ടുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉഹദ് യുദ്ധത്തിലെ മുസ്ലിമീങ്ങൾക്കുണ്ടായ പരാജയത്തിലെ ധാരാളക്കണക്കിന് പാഠങ്ങൾ പറഞ്ഞതായി കാണാം. മുമ്പ്
ഈ മസ്ജിദിൽ ഒരു ഖുത്ബയിൽ അത് നമ്മൾ വിശദമായി സൂചിപ്പിച്ചു. സാധിക്കുന്നവരത് കേൾക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ പരീക്ഷണം കൊണ്ട് അതിന്റെ പിന്നിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രയോജനങ്ങൾ, അതിന് പിന്നിലുള്ള ഹിക്മത്തുകൾ അദ്ദേഹം മനോഹരമായി വിവരിച്ചത് നമുക്ക് കാണാം. അപ്പൊ നോക്കൂ, അല്ലാഹുവാണ് നൽകുന്നവൻ, അവനാണ് തടഞ്ഞു വെക്കുന്നവൻ എന്ന് യഥാവിധി മനസ്സിലാക്കിയ ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, അവന്റെ ഹൃദയം ശാന്തമായിരിക്കും. അവന്റെ മനസ്സിൽ അല്ലാഹു ഈ വിശ്വാസം കൊണ്ട്, ഈ അറിവ് കൊണ്ട് എന്തെന്നില്ലാത്ത സമാധാനം നൽകുന്നതാണ്. മാത്രമല്ല, ഇത് മനസ്സിലാക്കിയ ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ, അവനോടല്ലാതെ അവൻ കേഴുകയില്ല. താണുകേണു വണക്കത്തോടെ ഒരടിമയെപ്പോലെ നിൽക്കുക എന്നത് പടപ്പുകളുടെ മുന്നിൽ ഒരിക്കലും ഇത് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. കാരണം നിങ്ങൾ നോക്കൂ, പല ആളുകളും, മനുഷ്യരിൽ പലരും എന്തെങ്കിലും ഒരു ഉപകാരം, ഒരു പ്രയോജനം ഒരാൾ ചെയ്തു കൊടുത്താൽ അവന്റെ മനസ്സിൽ തോന്നുകയാണ്, ഇയാൾ എനിക്ക് വലിയ അനുഗ്രഹം നൽകിയിരിക്കുന്നു, വലിയ അനുഗ്രഹമാണ് ഇയാൾ എനിക്ക് ചൊരിഞ്ഞിരിക്കുന്നത് എന്ന്. എന്നാൽ തൗഹീദ് അത് യഥാവിധി മനസ്സിൽ ഉൾക്കൊണ്ട തഹ്ഖീഖു തൗഹീദ് സാക്ഷാത്കരിച്ചവർ, അവർ ഈ രൂപത്തിൽ അല്ല, ജനങ്ങളിൽ നിന്ന് ലഭിച്ച ഉപകാരമാകട്ടെ അതിനെ കാണുക ഈ രൂപത്തിലല്ല. മറിച്ച് തൗഹീദ് അത് സാക്ഷാത്കരിച്ച ആളുകൾ, അത് ഉന്നതമായൊരു ദറജയാണ്. മനസ്സിലായില്ലേ? തൗഹീദുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും തൗഹീദ് തഹ്ഖീഖ് ചെയ്തവരല്ല, സാക്ഷാത്കരിച്ചവരല്ല. നിർബന്ധമായൊരു സാക്ഷാത്കാരമുണ്ട്. അത് നിർവഹിച്ചാലേ ഒരാൾ മുസ്ലിമാകൂ. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, റബ്ബല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കുക പോലെയുള്ള കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവന്റെ തൗഹീദ് മുഴുവൻ പൊളിഞ്ഞു പോയിരിക്കുന്നു. തൗഹീദിന്റെ വാജിബായ നിർബന്ധമായ പൂർത്തീകരണം തന്നെ അവൻ നടത്തിയിട്ടില്ല. അതിനപ്പുറത്തും മുസ്തഹബായ പുണ്യകരമായ ഒരു തൗഹീദിന്റെ പൂർത്തീകരണമുണ്ട്. മുസ്തഹബായ ഒരു പൂർത്തീകരണം, മനസ്സിലായില്ലേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 70,000 പേർ ഹിസാബോ അദാബോ ഇല്ലാതെ, വിചാരണയോ അതുപോലെ ശിക്ഷയോ കൂടാതെ സ്വർഗത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ ഹദീസിൽ ഈ 2 പൂർത്തീകരണവും വന്നിട്ടുണ്ട്. തൗഹീദിന്റെ 2 പൂർത്തീകരണവും വന്നിട്ടുണ്ട്. ഹുമുൽ ലദീന ലാ യക്തഊൻ വലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ കരിച്ചു കളയുന്ന, ചികിത്സ ചെയ്യാത്തവരാണ്. ഒരു പ്രത്യേക തരം ചികിത്സയാണ്, ഇന്നും ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അത് തീ വെച്ച് കരിക്കും. രോഗമുള്ള ശരീരത്തിലെ പ്രത്യേക ഭാഗങ്ങൾ തീ വെച്ച് കരിക്കും. കെയ് എന്ന് പറയുന്ന ചികിത്സാ രീതിയാണത്. അത് ചെയ്യുകയില്ല. എന്താണ് അതിന്റെ വിധി? അത് ഒരാൾ ചെയ്യുക എന്നത് തെറ്റായ കാര്യമാണോ, കുറ്റകരമായ കാര്യമാണോ? അല്ല, അത് അനുവദിക്കപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ്. അതേസമയം അത് ചെയ്യാതിരിക്കുക എന്നത് തൗഹീദിന്റെ പുണ്യകരമായ മുസ്തഹബായ പൂർത്തീകരണമാണ്. മനസ്സിലായില്ലേ? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യസ്തർഖൂൻ, അവർ റുഖിയ ചെയ്യാൻ എനിക്കൊന്ന് മന്ത്രിച്ചു തരൂ എന്ന് ആളുകളോട് ആവശ്യപ്പെടുകയില്ല. മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടുകയില്ല. നമുക്ക് സ്വയം മന്ത്രിക്കാം. പരിശുദ്ധ ഖുർആൻ കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ദുആകൾ കൊണ്ട്, അനുവദിക്കപ്പെട്ട മന്ത്രം കൊണ്ട് മന്ത്രിക്കാം. അതുപോലെ മറ്റുള്ളവർക്ക് മന്ത്രിച്ചു കൊടുക്കാം. അവരാവശ്യപ്പെട്ടിട്ടായാലും ആവശ്യപ്പെടാതെ ആയാലും മന്ത്രിച്ചു കൊടുക്കാം, തെറ്റില്ല. അതേസമയം എനിക്ക് മന്ത്രിച്ചു തരൂ എന്ന് പുറത്തുള്ള ഒരാളോട് ആവശ്യപ്പെടുക എന്നത് നല്ലതല്ല. അത് ഒഴിവാക്കലാണ് നല്ലത്. അത് മുസ്തഹബായ പുണ്യകരമായ തൗഹീദിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. ഒരാൾ അങ്ങനെ ചെയ്താൽ, ഒരാൾ മന്ത്രിച്ചു തരൂ എന്ന് ആവശ്യപ്പെട്ടാൽ, ശിർക്ക് കൊണ്ട് മന്ത്രിക്കുന്ന, ഏലസുകളും ഉറുക്കുകളും കൊണ്ട് മന്ത്രിക്കുന്ന അങ്ങനെയുള്ള മന്ത്രവാദികളോടല്ല. എന്തെങ്കിലും അർത്ഥമില്ലാത്ത വാക്കുകൾ പറയുന്ന, അർത്ഥം നമുക്ക് തിരിയാത്ത വാക്കുകൾ പറയുന്ന, പല പല പേരുകൾ വിളിക്കുന്ന, ജിന്നുകളുടെയും മറ്റും പേരുകൾ വിളിക്കുന്ന അങ്ങനെയുള്ള മന്ത്രവാദികളോട്
മന്ത്രിക്കാൻ പറയലല്ല, അതൊരു മുസ്ലിം ചെയ്യാൻ പാടില്ല. അതേസമയം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ അറിയുന്ന ഒരാൾ എനിക്കൊന്ന് മന്ത്രിച്ചു തരൂ എന്നൊരാൾ പറഞ്ഞാൽ അത് തെറ്റായ കാര്യമല്ല, അയാൾക്കതുകൊണ്ട് കുറ്റമില്ല. പക്ഷേ നല്ലതെന്താണ്? സ്വയം മന്ത്രിക്കുക എന്നതാണ്. സ്വയം ഒരാൾ മന്ത്രിക്കുക എന്നതാണ് നല്ലത്. മറ്റൊരാൾ അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്നല്ല, മറിച്ച് അയാൾ സ്വയം ചെയ്യലാണ് നല്ലത്. അത് മുസ്തഹബ, പുണ്യകരമായ തൗഹീദിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. വലാ യതതയ്യറൂൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർ ശകുനം നോക്കാത്തവരാണ്. ശകുനം നോക്കാത്തവർ, അത് ഏത് പൂർത്തീകരണമാണ്? നിർബന്ധമായ വാജിബായ പൂർത്തീകരണമാണ്. ശകുനം നോക്കുക എന്നത് ഒരു മുസ്ലിം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. തയ്യറ, അത് ശിർക്കാണ്. പക്ഷികൾ, അത് ഒരെണ്ണം വന്നാൽ, ഒരു മൈനയെ കണ്ടാൽ ഇങ്ങനെ, രണ്ടെണ്ണത്തിനെ കണ്ടാൽ ഇങ്ങനെ, ഈ രൂപത്തിൽ ശകുനം നോക്കുക. പൂച്ച കുറുകെ ചാടിയാൽ ഇങ്ങനെ. ഇത് തൗഹീദിൽ, ഒരാളുടെ തൗഹീദിൽ കോട്ടമുണ്ടാക്കുന്ന, ഒരാളുടെ തൗഹീദിൽ കോട്ടമുണ്ടാക്കുന്ന തെറ്റായ, തൗഹീദിനോട് യോജിക്കാത്ത കാര്യമാണ്. അത് ഒഴിവാക്കുക എന്നത് നിർബന്ധമാണ്. നിർബന്ധമായ തൗഹീദിന്റെ പൂർത്തീകരണമാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ തവക്കുലാക്കുന്നവരാണ്, അള്ളാഹുൽ മാത്രം തവക്കുലാക്കുന്നവരാണ്. അത് നിർബന്ധമായ പൂർത്തീകരണമാണ്. ഇങ്ങനെ രണ്ട് തൗഹീദിന്റെ പൂർത്തീകരണമുണ്ട്. ഇതിൽ മുസ്തഹബായ പുണ്യകരമായതും കൂടി പൂർത്തീകരിച്ചവരാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം അള്ളാഹുവിങ്കൽ അലങ്കരിച്ചവർ. കുറച്ചുപേർ മാത്രമാണ്. അത് പറയാനും കേൾക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ആ ദറജ എത്തിപ്പിടിക്കുക എന്നത് അത് നിസാരമായ കാര്യമല്ല. അള്ളാഹു അവന്റെ ഫദ്ല് കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് നമുക്കത് നൽകുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം, അവന്റെ മുന്നിൽ മാത്രം, അവന്റെ മുന്നിൽ മാത്രം വണങ്ങുന്ന, അവന്റെ മുന്നിൽ മാത്രം താഴുന്ന തൗഹീദ് പൂർത്തീകരിച്ച മുഅ്മിനുകൾ, അവർ കാര്യങ്ങൾ നോക്കിക്കാണുക. രണ്ട് കാര്യങ്ങൾ അവർ ഈ വിഷയത്തിൽ, ജനങ്ങളോടുള്ള ഉപകാരം, അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ അവർ പാലിക്കും. ഒന്ന് അവർ ആളുകളോടൊന്നും ആവശ്യപ്പെടുകയില്ല എന്നതാണ്. തൗഹീദിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പുണ്യകരമായ പൂർത്തീകരണത്തിൽപ്പെട്ടതാണത്. ജനങ്ങളോട് ഒന്നിനും അവർ ആവശ്യപ്പെടുകയില്ല എന്നത്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, നിങ്ങളുടെ റിസ്ഖ്, നിങ്ങളുടെ ഉപജീവനം അത് സമായിലാണ്, മുകളിലാണ്. വമാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെടുന്നതും. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ ചിലരോട് ജനങ്ങളോട് ഒന്നും ചോദിക്കരുത് എന്ന് കരാർ വാങ്ങിയത് കാണാം. ചിലരോട്, അവരിൽ ചിലർ പിന്നീട് യാത്ര പോകുമ്പോൾ ഒരു കയറ് താഴെ വീണാൽ, ഒട്ടകപ്പുറത്തുനിന്ന് ഒരു കയറ് താഴെ വീണാൽ അതെടുത്തു തരാൻ പോലും ആളുകളോട് ആവശ്യപ്പെടുകയില്ല. താഴെ ഇറങ്ങിയത് എടുത്ത് മുകളിലേക്ക് കയറും. ഈ രൂപത്തിൽ ജനങ്ങളോടൊന്നും ആവശ്യപ്പെടുകയില്ല. ആളുകളോട് ചോദിക്കാതിരിക്കുക എന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്. എന്നാൽ ഒരാൾ തൻ്റെ മക്കളോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നത്, മക്കൾ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത്, ഇതൊന്നും ഈ പറഞ്ഞ ജനങ്ങളോട് ചോദിക്കരുത് എന്ന് പറഞ്ഞ മദ്മൂമായ ചോദ്യം അഥവാ ആക്ഷേപാർഹമായ കാര്യമുണ്ട്, അതിൽപ്പെടുകയില്ല. ഒരാൾ വേറൊരാൾക്ക് കടം കൊടുത്തു, ഇത് തിരിച്ചു ചോദിക്കുക, അത് ഈ പറഞ്ഞ ചോദ്യത്തിൽ പെടുകയില്ല. ഒരാൾ ജോലി ചെയ്തു, തന്റെ ശമ്പളം ചോദിക്കാൻ, തന്റെ ഹക്ക് ചോദിക്കാൻ, അത് ഈ പറഞ്ഞ ആക്ഷേപാർഹമായ ചോദ്യത്തിൽ ഉൾപ്പെടുകയില്ല. അല്ലാതെ ജനങ്ങളോട് ആവശ്യപ്പെടുക എന്നത് മജ്മൂമായ, ഒരു നല്ലതല്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഫതഹ അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹ അല്ലാഹു ലഹു ബാബ ഫഖറിൻ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ യാചനയുടെ വാതിൽ തുറന്നാൽ അള്ളാഹു അവന് ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുമെന്നാണ്. മറിച്ച് അള്ളാഹുവിനോട് ഒരുവൻ ചോദിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു അവന് ധന്യത നൽകും. ജനങ്ങളോട് ചോദിക്കേണ്ടാത്ത അവസ്ഥ അള്ളാഹു അവന് നൽകുമെന്നാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്,
വഅഹ്ലുൽ ജന്നതി സലാസ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗ്ഗക്കാർ 3 കൂട്ടരാണ്. ഒന്ന് ദൂ സുൽത്താനിൻ മുഖ്സിതുൻ മുതസദ്ദിഖുൻ മുവഫഖുൻ, ഒരു അധികാരമുള്ള ഒരാൾ, പക്ഷെ അദ്ദേഹം നീതി പാലിക്കുന്ന ആളാണ്. മുതസദ്ദിഖുൻ, സദഖ നൽകുന്ന ആളാണ്. ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കാതെ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. മുവഫഖുൻ, തൗഫീഖ് ലഭിച്ച ആളാണ്. കാര്യങ്ങളിലൊക്കെ ശരിയായ നിലപാട് സ്വീകരിക്കാൻ തൗഫീഖ് ലഭിച്ച ആൾ. ഇതാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആൾ വറജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബി ലികുല്ലി ദീ ഖുർബ വമുസ്ലിമിൻ. രണ്ടാമത്തെ ആൾ ഒരു റഹീമായ കരുണയുള്ള ഒരാളാണ്. റഖീഖുൽ ഖൽബ്, ലോലമായ ഹൃദയമുള്ള ഒരാൾ, ഹൃദയ നൈർമല്യമുള്ള ഒരാൾ. ലികുല്ലി ദീ ഖുർബ, തന്റെ ബന്ധുക്കളായ എല്ലാവരോടും, വമുസ്ലിമിൻ, ഏതൊരു മുസ്ലിമിനോടും ലോലമായ ഹൃദയം വെച്ച് പുലർത്തുന്ന ഒരാൾ. മൂന്നാമത്തെ ആളെ നോക്കൂ, വഅഫീഫുൻ മുതഅഫിഫുൻ ദൂ ഇയാൽ. അഫീഫുൻ, ഇഫ്ഫത്ത് പാലിക്കുന്ന ഒരാളാണ്, വിശുദ്ധി പാലിക്കുന്ന ഒരാളാണ്. ഹലാലായത് മാത്രം സമ്പാദിക്കുന്ന ആളുകളോട് ചോദിക്കാത്ത ഒരാൾ. മുതഅഫിഫ്, മുതഅഫിഫ് എന്നാൽ അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു വിശദീകരണം. എന്ന് പറഞ്ഞാൽ അയാൾക്ക് അങ്ങനെ ആവശ്യമുണ്ട്. ദൂ ഇയാൽ, അയാൾ കുടുംബമുള്ള ആളാണ്, പ്രാരാബ്ധമുള്ള ആളാണ്, എന്നിട്ടും ആളുകളോട് ചോദിക്കാതിരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന, ഇഫ്ഫത്ത് പാലിക്കുന്ന ആൾ. സ്വർഗാവകാശികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിരിക്കുന്നു. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതാണ് തൗഹീദ്. അത് സാക്ഷാത്കരിക്കുന്നവരുടെ ഒന്നാമത്തെ നിലപാട്, ആളുകളോട് ചോദിക്കാതിരിക്കുക. രണ്ടാമത്തേത്, അവർക്ക് ആരെങ്കിലും വല്ലതും നൽകിയാൽ, വല്ല ഉപകാരവും ആരെങ്കിലും നിന്നും, ആരുടെ പക്കൽ നിന്നെങ്കിലും ലഭിച്ചാൽ മനസ്സിലാക്കും ഇത് യഥാർത്ഥത്തിൽ ലഭിച്ചത് റബ്ബിൽ നിന്നാണ്, അള്ളാഹുവാണ് എനിക്ക് നൽകിയത്. ഈ നൽകിയ ആൾ ഇത് വീതിച്ചു തന്ന ആൾ മാത്രമാണ്. ശരിയാണ്, അദ്ദേഹത്തോട് നന്ദി കാണിക്കണം, നന്ദി വേണ്ട, ശുക്ർ വേണ്ടതുണ്ട്. ലാ യശ്കുറുല്ലാഹ മൻ ലാ യശ്കുറുന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല. അഥവാ എന്തെങ്കിലും തിരിച്ചുപകാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക, അതിന് സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ ഇയാൾ എനിക്കെന്തോ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, എനിക്ക് അനുഗ്രഹം നൽകിയ അനുഗ്രഹദാതാവാണിത്, ഈ രൂപത്തിൽ അല്ല അയാളെ മനസ്സിലാക്കേണ്ടത്. അയാളുടെ ഒരു അടിമയാണ് ഞാൻ എന്ന രൂപത്തിലല്ല. നീ റബ്ബിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. അവന്റെ മുന്നിൽ മാത്രമാണ് നീ താണുകേണ് നിൽക്കാൻ പാടുള്ളൂ. റബ്ബിന്റെ ഈ പേരുകൾ യഥാവിധി മനസ്സിലാക്കിയ തൗഹീദ് സാക്ഷാത്കരിച്ച മുഅ്മിനുകളുടെ സ്വഭാവമാണിത്. വലതും കിട്ടാതെ പോയോ അവർ അള്ളാഹുവിന്റെ ഖദറിൽ, അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടും. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. ഉറച്ച വിശ്വാസമുള്ള യഖീനുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ പോലെ നല്ല വിധികർത്താവായി മറ്റാരുണ്ട്. അള്ളാഹുവിന്റെ വിധി അവർ ഏറ്റവും നല്ല രൂപത്തിൽ തൃപ്തിയോടെയാണ് സ്വീകരിക്കുക. അള്ളാഹുവിനേക്കാൾ നല്ല വിധികർത്താവ് മറ്റാരുമില്ല. ഇത് യഖീനുള്ളവരുടെ സ്വഭാവമാണ്. വഫഖനില്ലാഹു വയ്യാക്കും. അള്ളാഹു പറഞ്ഞില്ലേ, വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. അള്ളാഹു അവൻ പിടിച്ചു വെക്കുന്നു, അവൻ വിശാലമായി നൽകുന്നു, അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോവുക. അവനിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അവനാണ് നൽകുന്നവൻ, അവനാണ് നൽകാതിരിക്കുന്നവൻ. അവൻ നൽകുന്നത് പരീക്ഷണമാണ്, അവൻ നൽകാതിരിക്കുന്നത് പരീക്ഷണമാണ്. രണ്ട് പരീക്ഷണത്തിലും വിജയിക്കുന്നവർക്കുള്ള പ്രതിഫലം ഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. അപ്പോഴാണ് അതിൽ തൃപ്തിപ്പെടാതെ അള്ളാഹുവിന്റെ വിധിയെ, അവന്റെ വിധിയോട് വെറുപ്പ് കാണിക്കുക, അവന്റെ വിധിയെ വെറുക്കുക, അവന്റെ വിധിയെ വെറുക്കുക, അത് അള്ളാഹുവിന്റെ വെറുപ്പ് ലഭിക്കാൻ, അവന്റെ കോപം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. ഇത് മുഅ്മിനുകൾ അതിൽ പെട്ടുപോകാതെ ശ്രദ്ധിക്കും. കാരണം റബ്ബിന്റെ ഈ പേരുകൾ യഥാവിധി മനസ്സിലാക്കിയവരാണവർ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ അതിമഹത്തായ നാമങ്ങളിൽ അടുത്തതായി നമ്മൾ വിശദീകരിക്കുന്നത് അൽ വിത്ർ എന്ന അള്ളാഹുവിന്റെ പേരാണ്. അള്ളാഹുവിന്റെ പേരുകളിലൊന്നാണ് അൽ വിത്ർ. അവൻ വിത്റാണ്, അവൻ ഏകനാണ്, അവൻ ഒറ്റയാണ്. നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞ പ്രസിദ്ധമായ ഹദീസാണ്, ലില്ലാഹി 99 ഇസ്മാ 100 ഇല്ലാ വാഹിദ ലാ യഹ്ഫദുഹാ അഹദുൻ ഇല്ലാ ദഖലൽ ജന്ന. അള്ളാഹുവിന്
ഒരു 99 പേരുകളുണ്ട്. ആകെ 99 പേരാണ് എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന് ഒരു 99 പേരുകളുണ്ട്. മിഅതനില്ല വാഹിദൻ, 100-ൽ നിന്നൊന്ന് കുറവ്. ലാ യഹ്ഫദുഹാ അഹദുൻ, ആ പേരുകളുടെ പ്രത്യേകത ഇതാ. അഥവാ ഈ പ്രത്യേകതയുള്ള 99 പേരുകൾ അവനുണ്ട് എന്നാൽ. മനസ്സിലായില്ലേ? ഒരാളുടെ പക്കൽ 100 രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആകെ ആ 100 രൂപയെ അയാളുടെ സ്വത്തായുള്ളൂ എന്നർത്ഥമാക്കാറില്ലല്ലോ. എന്നതുപോലെ ലാ യഹ്ഫദുഹാ അഹദുൻ ഇല്ലാ ദഖലൽ ജന്ന, ആരത് ഹിഫ്ളാക്കിയോ മനപ്പാടമാക്കിയോ, മുമ്പ് അത് വിശദീകരിച്ചതുപോലെ ആ പേരുകൾ അതിന്റെ അടയാളങ്ങൾ എന്താണോ, അത് അനിവാര്യമാക്കുന്ന കാര്യങ്ങൾ എന്താണോ അതനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ ലാ യഹ്ഫദുഹാ അഹദുൻ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ, അല്ലാഹു വിത്റാണ്, അവൻ വിത്ർ ഇഷ്ടപ്പെടുന്നു, അവൻ ഏകനാണ്, അവനൊറ്റ എന്നത് ഇഷ്ടപ്പെടുന്നു എന്നതാണ്. എന്താണ് അല്ലാഹു വിത്റാണെന്ന് പറഞ്ഞാൽ? അല്ലാഹു ഏകനാണ്, അവൻ ഒരു പങ്കാളിയുമില്ല, ഒരു പങ്കുകാരനുമില്ല, അവനെ പോലെ ഒരാളും തന്നെ ഇല്ല. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ആരും തന്നെ ഇല്ല. ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്ത ഒരാളെ നിനക്കറിയുമോ? അവനെ പോലെ ആരുമില്ല, അവന്റെ വിശേഷണങ്ങൾ പോലെ വിശേഷണങ്ങളുള്ള ആരുമില്ല, അവന്റെ പ്രവർത്തനങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ആരും തന്നെ ഇല്ല. അവന്റെ മഹത്വം, ആ മഹത്വം പോലെ മഹത്വമുള്ള ആരും തന്നെ, അവനെ പോലെ വല്ലതിനെയും സൃഷ്ടിക്കുന്ന ആരുമില്ല, അവനല്ലാതെ ഒരു സൃഷ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ അവന് മാത്രം, ഇബാദത്തുകൾ അവന് മാത്രം. അവന്റെ അടിമകൾ ആകേണ്ടവരാണ് പടപ്പുകൾ, അവന്റെ മുന്നിൽ മാത്രം താണുകേണ് നിൽക്കേണ്ടവരാണ്, അങ്ങേയറ്റത്തെ വിനയത്തോടെ താഴ്മയോടെ നിൽക്കേണ്ടവരാണ് അവന്റെ അടിമകൾ. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഹജ്ജ് കഴിഞ്ഞ സമയമാണ്, ഹജ്ജിന് ആവർത്തിച്ച് ഹാജിമാർ പറയുന്ന വാക്കാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിനക്കൊരു പങ്കുകാരനുമില്ല, നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. ആവർത്തിച്ച് പറയുകയാണ്. അല്ലാഹുവിന് യാതൊരു പങ്കാളിയുമില്ല. ഇത് എത്രയോ തവണ, ഒരുപാട് തവണ ഒരു ഹാജി ആവർത്തിക്കുന്നു, ഹജ്ജ് ചെയ്യുന്ന ഒരാൾ ആവർത്തിക്കുന്നു. എങ്ങനെയാണ് ഇത് പറഞ്ഞ് തിരിച്ചു വന്ന ഒരാൾ, ഇത്രയും തവണ ഇത് പറഞ്ഞ് തിരിച്ചു വന്ന ഒരാൾക്ക് പിന്നീട് ഒരു പ്രയാസമുണ്ടായാൽ, ഇനി ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, അല്ലാഹു അല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്താൻ, അല്ലാഹു അല്ലാത്തവരോട് തന്റെ പ്രയാസങ്ങൾക്ക് വിളിച്ചു തേടാൻ, റബ്ബല്ലാത്തവരോട് ദുആ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക? ഒരു ബുദ്ധിമുട്ട് വന്നാൽ അയാൾ വിളിക്കാൻ യാ ശൈഖ് മുഹയ്യിദ്ദീൻ അല്ലെങ്കിൽ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ. അവൻ എത്രയോ തവണ, എണ്ണമറ്റ തവണ അവൻ ഹജ്ജിൽ പറഞ്ഞു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹു നിനക്ക് ഉത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല. അതുപോലെ നോക്കൂ, ഇത് ആവർത്തിച്ച് പറഞ്ഞൊരു മുഅ്മിൻ ഹജ്ജിൽ കഴിഞ്ഞ് തിരിച്ചു വന്ന് അയാൾ വിളിക്കുകയാണ് മസ്ജിദിൽ, ഹയ്യ അലൽ സലാഹ് ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുകയാണ്. എങ്ങനെയാണ് ആ വിളിക്ക് ഉത്തരം നൽകാതെ? അയാൾക്ക് ആരോഗ്യമുണ്ട്, മസ്ജിദ് അയാൾ ആ അദാൻ കേൾക്കുന്ന ദൂരത്തിലാണ് താമസിക്കുന്നത്. എങ്ങനെയാണ് അവിടേക്ക് പോകാതിരിക്കാൻ, ആ ജമാഅത്തിന് പങ്കെടുക്കാതിരിക്കാൻ ഒരു ഹാജിക്ക് സാധിക്കുക? അയാൾക്ക് ലജ്ജ തോന്നേണ്ടതില്ലേ? അല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹില്ല, അവൻ ഏകനാണ്, അവൻ വിത്റാണ്. യൂസുഫ് അലൈഹിസ്സലാം ജയിലിലെ 2 കൂട്ടുകാരോട് ചോദിച്ചില്ലേ, അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അർബാബും മുതഫർരിഖൂന ഖൈറുൻ, നിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾ ആരാധിക്കുന്ന വ്യത്യസ്തങ്ങളായ പലവിധങ്ങളായ പല രൂപത്തിലുള്ള പല പേരുകളിലുള്ള നിങ്ങളുടെ ഇലാഹുകൾ, നിങ്ങളുടെ ദൈവങ്ങൾ, അതാണോ നല്ലത്? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ,
ഏകനായ സർവ്വതിനെയും അടക്കി ഭരിക്കുന്നവനായ ഖഹാറായ അള്ളാഹുവാണോ നല്ലത്? യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചോദ്യം എത്ര ബുദ്ധിയുള്ള ഒരാളുടെ ഹൃദയത്തിൽ എത്രമാത്രം തറക്കേണ്ടുന്ന ചോദ്യമാണത്. മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. അവന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ ഇട്ട ചില പേരുകൾ മാത്രമാണ്. അള്ളാഹു അതിന് യാതൊരു തെളിവും ന്യായവും അവതരിപ്പിച്ചിട്ടില്ല. കാരണം അള്ളാഹുവിന് പുറമെ ജനങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകൾ അതെന്താകട്ടെ, ഒരു കല്ല് അതിനൊരു പേരിട്ടിരിക്കുന്നു, വേറൊരു കല്ല് അതിന് വേറെ പേരിട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം കല്ലുകളാണ്. പടപ്പുകളെല്ലാം അത് പടപ്പുകൾ മാത്രമാണ്. യാതൊരു ഉപകാരോപദ്രവവും അവയുടെ കൈകളിലില്ല, അവയുടെ നിയന്ത്രണത്തിലില്ല. അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഇതുകൊണ്ടാണ് നോക്കൂ, ഈ കാര്യം തൗഹീദ് എന്ന കാര്യം അതാണ് ഖുർആനിലെ എല്ലാ സൂറത്തുകളിലും ഉള്ളത്. അല്ല, ഇമാം അൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ ആയത്തിലും ഉള്ളത്. കാരണം ഖുർആനിൽ ഒന്നുകിലുള്ളത് തൗഹീദ് നേർക്ക് നേരെ കൽപ്പിക്കുന്ന ആയത്തുകളാണ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനുള്ള കൽപ്പനകൾ, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കരുത് എന്ന വിലക്കുകൾ. അല്ലെങ്കിൽ ഖുർആനിലുള്ളത് എന്താണ്? രണ്ടാമത് പിന്നെ ഖുർആനിലുള്ളത് എന്താണ്? പിന്നെ ഖുർആനിലുള്ളത് വിധിവിലക്കുകളാണ്. ഇന്ന കൽപ്പന, അള്ളാഹുവിന് ഇന്ന കൽപ്പനകൾ അനുസരിക്കണം, ഇന്നത് ചെയ്യരുത്. ഇത് തൗഹീദിന്റെ ഹക്കാണിത്. മനസ്സിലായില്ലേ? ഈ തൗഹീദ് പാലിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഈ കൽപ്പന അവൻ പാലിക്കേണ്ടതുണ്ട്. തൗഹീദ് മനസ്സിലാവും, ഒരു അള്ളാഹുവിനോടുള്ള ഹക്കാണിതല്ല. പിന്നെ ഖുർആനിലുള്ളത് എന്താണ്? പിന്നെ ഖുർആനിലുള്ളത് നോക്കൂ നിങ്ങൾ, ചരിത്രമാണ്. തൗഹീദിന് അതിന്റെ ആളുകൾക്ക് അള്ളാഹു നൽകിയ വിജയത്തിന്റെ ചരിത്രം, ഈ ലോകത്ത് നൽകിയ വിജയം, പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന മഹാവിജയം, ഇത് രണ്ടും തൗഹീദിന്റെ ജസാണ്, തൗഹീദിന്റെ പ്രതിഫലമാണ്. ഇത് തൗഹീദിന്റെ പ്രതിഫലമാണ്. പിന്നെ ഖുർആനിലുള്ളത് എന്താണ്? തൗഹീദിന്റെ എതിരാളികളെ അള്ളാഹു ഈ ലോകത്ത് നശിപ്പിച്ചത്, പരലോകത്ത് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മഹാപരാജയം, വലിയ നഷ്ടം. ഈ അർത്ഥത്തിൽ നോക്കിയാൽ ഖുർആൻ മുഴുവൻ തൗഹീദാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഫൽ ഖുർആനു കുല്ലുഹു ഫി തൗഹീദി വഹുഖൂഖിഹി വജസാഇഹി. ഖുർആനിൽ മുഴുവൻ ഉള്ളത് തൗഹീദും അതിന്റെ ബാധ്യതകളും അതുപോലെ അതിന്റെ പ്രതിഫലവുമാണ്. വഫി ശഅനി ശിർകി വഅഹ്ലിഹി വജസാഇഹിം. ഷിർക്കിനെ കുറിച്ച്, അതിന്റെ ആളുകളെ കുറിച്ച്, അവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച്. ഈ അർത്ഥത്തിൽ ഖുർആൻ മുഴുവൻ തൗഹീദാണ്. കാരണം അല്ലാഹു വിത്റാൻ, അവൻ ഏകനായ ഒരുവനാണ്, അവന് യാതൊരു പങ്കാളിയുമില്ല, ഒരു പങ്കുകാരനുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹദീസിൽ എന്താണ് പറഞ്ഞത്? അല്ലാഹു വിത്റാണ്, അതുപോലെ യുഹിബ്ബുൽ വിത്ർ, അവൻ ഒറ്റ ഇഷ്ടപ്പെടുന്നു. നോക്കൂ, അവൻ നിശ്ചയിച്ചിട്ടുള്ളത് ഒരു ദിവസം 5 നേരത്തെ നിസ്കാരങ്ങളാണ്. 5 നേരത്തെ നിസ്കാരങ്ങൾ, ഒറ്റയായ എണ്ണമാണത്. രാത്രിയിൽ അവൻ വിത്ർ നിശ്ചയിച്ചിരിക്കുന്നു. വിത്റാക്കുക, രാത്രിയിൽ വിത്റാക്കുക, ഒറ്റയായി അവസാനിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കുക. ശുദ്ധീകരണത്തിന്റെ രൂപങ്ങളിൽ പലതിലും എന്താണുള്ളത്? വിത്റാണുള്ളത്, അല്ലെ? ഒരാൾ കല്ലുകൊണ്ട് മൂത്രമൊഴിച്ചാൽ ശുദ്ധീകരിക്കുമ്പോൾ പോലും ഒറ്റയായ എണ്ണം, ഒന്നുകിൽ 3 ഏറ്റവും കുറഞ്ഞത്, അത് കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നാൽ ഒറ്റയായ എണ്ണത്തിൽ അവസാനിപ്പിക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. വുദൂഇൽ, അല്ലെ, അതിന്റെ പരിപൂർണമായ രൂപം 3 തവണ വീതം ചെയ്യലാണ്. മയ്യിത്തിനെ കഫൻ ചെയ്യുമ്പോൾ 3 തുണികൾ അല്ലെങ്കിൽ 5 തുണികൾ ഉപയോഗിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഇത് പലപ്പോഴും പാലിച്ചത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാരക്ക് ഒരു ദിവസം തിന്നുന്നതിനെ കുറിച്ച് പറഞ്ഞത് കാണാം. വെള്ളം കുടിക്കുമ്പോൾ 3 ഇറക്കായി കുടിക്കുക എന്നത് നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് 3 ഇറക്കായി കുടിക്കുക എന്നത്. അതുപോലെ നോക്കൂ, നിസ്കാരം കഴിഞ്ഞാൽ 3 തവണ ഇസ്തിഗ്ഫാറുല്ലാഹ്. അദ്കാറുകളുടെ എണ്ണം നോക്കൂ, പലതും, രാവിലെയും വൈകുന്നേരവുമുള്ള പല ദിക്റുകൾ.
പല ദിക്റുകളും 3 തവണ ചൊല്ലാൻ പറഞ്ഞത് കാണാം. അതുപോലെ ഇബാദത്തുകൾ പലതും ഒറ്റ എണ്ണങ്ങൾ നമുക്ക് കാണാം. 3, 7 തുടങ്ങിയ എണ്ണങ്ങളിൽ നമുക്ക് ധാരാളമായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ 99 പേരുകൾ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതും ഒറ്റയാണ്. അത് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വിത്ർ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ അസ്മാഇൽ അവസാനമായി നമ്മൾ വിശദീകരിക്കുന്നത് ദുൽ ജലാലി വൽ ഇക്റാം എന്ന അല്ലാഹുവിന്റെ പേരാണ്. ദുൽ ജലാലി വൽ ഇക്റാം. ദുൽ ജലാലി വൽ ഇക്റാം എന്നാൽ അതിന്റെ അർത്ഥം സാഹിബുൽ ജലാലി വൽ ഇക്റാം. ദുൽ മാൽ എന്നൊരാളെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സാഹിബുൽ മാൽ, അയാൾ സമ്പത്തുള്ള ആളാണ്. ദുൽ ജമാൽ എന്ന് പറഞ്ഞാൽ സാഹിബുൽ ജമാൽ, ഭംഗിയുള്ള ആളാണ്. അള്ളാഹു ജലാലിന്റെ ഇക്റാമിന്റെ ഉടയവനായവനാണ്. അവൻ ജലാലുള്ളവനാണ്, ഇക്റാമുള്ളവനാണ് എന്നതാണ് എന്തിന്റെ അർത്ഥം? ഈ പേരിന്റെ അർത്ഥം ദുൽ ജലാലി വൽ ഇക്റാം. ദുൽ ജലാലി വൽ ഇക്റാം ഖുർആനിൽ വന്നില്ല? തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അവൻ ജലാലും ഇക്റാമും ഉള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലേ? നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ പറയുന്നത് തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു നീ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ഉള്ളവനാണ്. യാ ദൽ ജലാലി വൽ ഇക്റാം, ജലാലുള്ള ഇക്റാമുള്ളവനെ എന്ന് നമ്മൾ പറയുന്നു. എന്താണ് ഈ പേരിന്റെ അർത്ഥം? ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞാൽ, ജലാൽ എന്നാൽ അത് മഹത്വമാണ്. ദുൽ ജലാൽ, അവൻ മഹത്വമുള്ളവനാണ്, അങ്ങേയറ്റത്തെ അളമത്തുള്ളവനാണ്. അവനോളം മഹത്വമുള്ള മറ്റാരുമില്ല, മറ്റൊന്നും തന്നെയില്ല. അവൻ അദീമാണ്, അവൻ സ്വയം മഹത്വമുള്ളവനാണ്. അതുപോലെ അടിമകൾ അവന് മഹത്വം കൽപ്പിക്കുന്നു, അവനെ മഹത്വപ്പെടുത്തുന്നു. അവനെ മഹത്വപ്പെടുത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെയാണ് വൽ ഇക്റാം. ഇക്റാം എന്നാൽ ഈ പറഞ്ഞതുപോലെ തന്നെ അവൻ ഇക്റാമുള്ളവനാണ്. ഇക്റാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് കാണാം ഫിഅ്ലു മാ ഫീഹി കറം എന്നതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. കറമുള്ള പ്രവർത്തനം അടങ്ങുന്ന, കറമുള്ള പ്രവർത്തനം പ്രവർത്തിക്കുന്നവനാണ് അവൻ ഇക്റാം ചെയ്യുന്നവനാണ്. അവന്റെ പടപ്പുകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകത നൽകുന്നു, ആദരവ് നൽകുന്നു. അതുപോലെ അടിമകളാൽ ബഹുമാനിക്കപ്പെടുന്നവനാണവൻ, ആദരിക്കപ്പെടുന്നവനാണവൻ. ശരിക്കും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിനെ നൽകേണ്ട മഹത്വം അത് നൽകുക മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. അല്ലാത്തവൻ മുസ്ലിം അല്ല. അള്ളാഹുവിന് മഹത്വം, അള്ളാഹുവിന് കൽപ്പിച്ചു കൊടുക്കേണ്ട മഹത്വം കൽപ്പിച്ചു കൊടുത്തവനാണ്. അള്ളാഹുവിന്റെ ദീനിനെ ബഹുമാനിക്കുക, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കുക. അള്ളാഹുവിന്റെ ദീനിനെ നിസാരമാക്കി തള്ളുന്നവർ, ഇസ്ലാമിക വിശ്വാസങ്ങളെ പരിഹസിക്കുന്നവർ, പരലോകത്തെ പരിഹസിക്കുന്നവർ, അതിനെക്കുറിച്ച് തമാശ പറയുന്നവർ, സ്വർഗ നരകങ്ങളെ കുറിച്ച് തമാശകൾ പറയുന്നവർ, അതുപോലെ അതിനെ ഇന്നത്തെ കാലത്ത് പരിഹാസം എന്ന് പറയുന്നത് എന്തൊരു കല എന്ന രൂപത്തിലാണ് ആളുകൾ കാണുന്നത്. അതൊരു കല പോലെ പരിഹാസം. ഇങ്ങനെ ഈ പരിഹാസത്തിനിടയ്ക്ക് എന്തൊക്കെ വരുന്നു? ദീനിയായ കാര്യങ്ങൾ വരുന്നു, ശർഈയായ കാര്യങ്ങൾ വരുന്നു, ദീനിന്റെ അടയാളങ്ങൾ വരുന്നു, ഹിജാബ് വരുന്നു, ഇസ്ലാമിക വേഷവിധാനങ്ങൾ വരുന്നു. അങ്ങനെ ഇസ്ലാമിക വേഷവിധാനങ്ങളെയോ ഇസ്ലാമിലൊരു കാര്യത്തിന് പറഞ്ഞ പ്രതിഫലത്തെയോ ഇസ്ലാമിലെ ഒരു തെറ്റായ കാര്യത്തിന് പറഞ്ഞ ശിക്ഷയോ ഒരാൾ പരിഹസിച്ചാൽ, തമാശക്ക് പരിഹസിച്ചാൽ പോലും അവന്റെ വിധി എന്താണ്? ഇസ്ലാമിൽ അവൻ പുറത്താണ്. ഇസ്ലാമിൽ അവന് സ്ഥാനമില്ല. ولئن سألتهم ليقولن إنما كنا نخوض ونلعب قل أبالله وآياته ورسوله كنتم تستهزئون لا تعتذروا قد كفرتم بعد إيمانكم. അവർ ദീനിനെ കുറിച്ച് തമാശയായി, ദീനിനെ കുറിച്ച് പരിഹാസം പറഞ്ഞ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ തമാശ പറഞ്ഞതാണ്, കളി പറഞ്ഞതാണ്. പറയുക, ചോദിക്കുക, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ,
അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ ആയത്തുകളെ കുറിച്ച്, അവന്റെ റസൂലിനെ കുറിച്ചാണോ നിങ്ങൾ തമാശ പറയുന്നത്? ലാ തഅ്തദിറു, നിങ്ങൾ ഒഴിവ് കഴിവൊന്നും പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഈമാൻ കിട്ടിയതിനു ശേഷം നിങ്ങൾ കാഫിറുകളായി പോയിരിക്കുന്നു. ഇന്നിതാ നിങ്ങൾ കാണുന്നില്ലേ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ ആളുകൾ പരിഹസിക്കാൻ. എന്നിട്ട് പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞതാണ്, ഞാൻ തമാശ പറയാനുള്ള വിഷയമല്ല ഇത്. അള്ളാഹുവിനെ നീ തഅ്ളീം ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ മഹത്വം നിന്റെ ഖൽബിലുണ്ടോ, അവന്റെ ശറഅ്, അവൻ പഠിപ്പിച്ച ദീനിനെ, അതിനെ നീ അങ്ങേയറ്റത്തെ മഹത്വത്തോടെ നോക്കി കാണണം. അല്ലാത്തവൻ മുസ്ലിം അല്ല. അവൻ പുറമേക്ക് ഇസ്ലാം പറഞ്ഞാൽ, അവൻ പുറമേക്ക് ഇസ്ലാം അവകാശപ്പെട്ടാലും ശരി, അവന്റെ നിഫാഖാണ് നാവിലൂടെ പുറത്തേക്ക് ചാടിയത്. ഉള്ളിലുള്ള തികഞ്ഞ കാപട്യമാണ് ദീനിനെ പരിഹസിക്കുന്നതിലൂടെ പുറത്തേക്ക് ചാടിയത്. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, അള്ളാഹു പറഞ്ഞതാണ്. നിങ്ങൾ ഈമാൻ ലഭിച്ചതിനു ശേഷം കാഫിറുകളായി പോയിരിക്കുന്നു. എന്താണ് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം? എന്താണ് ആലോചിക്കണം നമ്മൾ. തബൂക്ക് യുദ്ധത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉൾക്കൊള്ളുന്ന ഖുറാ, ഓത്തുകാർ, ഒരാൾ തമാശ പറയുകയാണ്. തമാശ എന്നോണം ഒരാൾ ആ യാത്രക്കിടയിൽ പറയുകയാണ്, മാ റഅയ്തു മിസ്ല ഖുറാഇന ഹൗലാ അർഗബ ബുതൂനൻ വലാ അക്ദബ അൽസുനൻ വലാ അജ്ബന ഇൻദ ലിഖാ. ഈ ഖുറാഇനെ പോലെ ഇത്രയും തീറ്റക്കൊതിയന്മാരായ, കളവ് പറയുന്നവരായ, യുദ്ധത്തിൽ ശത്രുക്കളെ കണ്ടാൽ പേടിച്ചോടുന്നവരായ, ഭീരുക്കളായ ആളുകളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇതൊരു സഹാബി കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കും, നീ ഒരു മുനാഫിഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഇദ്ദേഹം എത്തുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഓതിയ ആയത്ത്. ഈ ആൾ വന്ന് ഇത് പറഞ്ഞ ആൾ, ഈ തമാശ എന്ന് പറയുന്ന കാര്യം പറഞ്ഞ ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിന്റെ കയറ് പിടിച്ച് ഇങ്ങനെ നടന്ന് പറയുകയാണ്, ഇന്നമാ കുന്നാ നഖൂദു വനലഅബ്, ഞാൻ തമാശ പറഞ്ഞത്, കളി പറഞ്ഞതാ. അയാളുടെ കാല് ചരൽ കല്ലുകളിൽ ഉരഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ നടന്ന് മാപ്പ് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ആവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ ഈ വാക്ക് മാത്രം, ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ഒഴിവഴി പറയേണ്ടതില്ല, മാപ്പ് പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഈമാൻ ഉണ്ടായിരുന്നതിന് ശേഷം നിങ്ങൾ അവിശ്വാസികളായി, നിഷേധികളായി, കാഫിറുകളായി പോയിരിക്കുന്നു. അയാൾ പറയാണ്, ഞാൻ യാത്രക്കിടയിലുള്ള തമാശ പറഞ്ഞ നേരം പോക്കിന്റെ വാക്കായി ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പറയാനുള്ള വിഷയമല്ല ദീൻ. ദീൻ നിനക്ക് തമാശ പറയാനുള്ള വിഷയമല്ല. ഇത് അള്ളാഹു അവന്റെ അടിമകൾക്ക് അവതരിപ്പിച്ച അവന്റെ ദീനാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിക്ക് ലോകത്തെ പഠിപ്പിച്ച ദീനാണ്. നിനക്ക് തമാശ പറയാനുള്ള കാര്യമല്ല ഇത്. ഗൗരവത്തോടെ കാണണം. അള്ളാഹുവിനെ ഒരുവൻ യഥാരൂപത്തിൽ അവന് നൽകേണ്ട മഹത്വം കൽപ്പിക്കുന്നുണ്ടോ, അവന്റെ ദീനിന്, അവന്റെ ശറഇന്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഗൗരവം കൽപ്പിക്കേണ്ടത്. ഇപ്പൊ കാണുന്നില്ലേ കുറെ അശ്ലീലം പറയുന്ന ചില തോന്നിവാസികൾ, അശ്ലീലവും വൃത്തികേടും പറയുക എന്തോ ഹീറോയിസമാണെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. കുറെ വിവരമില്ലാത്ത കുട്ടികളൊക്കെ അതിന്റെ പിന്നാലെ പോവാൻ. എന്തൊക്കെ വാക്കുകളാണ് പറയുന്നത്! ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നാവിലൂടെ പറയുന്ന വൃത്തികേടുകളെക്കാൾ വലിയ വൃത്തികേട് ആ നാവിലൂടെ വരുന്ന ദീനിനെ കുറിച്ച്, അതിന്റെ മസ്അലകളെ കുറിച്ച്, ദീനിന്റെ ചിഹ്നങ്ങളെ കുറിച്ച്, ദീനിന്റെ അടയാളങ്ങളെ കുറിച്ച് പറയുന്ന തമാശകൾ എന്ന് പറയുന്ന, തമാശ എന്ന രൂപത്തിൽ പറയുന്ന വൃത്തികേടുകളും പരിഹാസങ്ങളുമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകളാണ്, യാതൊരു സംശയവും വേണ്ട. മനസ്സിലായില്ലേ? ഒരു മുഅ്മിൻ അള്ളാഹുവിനെ, അവന്റെ ദീനിനെ, അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനത്തോടെ മാത്രമേ നോക്കിക്കാണുകയുള്ളൂ. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് ഹൃദയത്തിന്റെ തഖ്വയുടെ ഭാഗമാണ്. അള്ളാഹു അവൻ ദുൽ ജലാലി വൽ ഇക്റാം, അവൻ ഏറ്റവും മഹത്വമുടയവനാണ്. അവൻ മഹത്വമുള്ളവൻ, അവന്റെ അടിമകൾ അവന് മഹത്വം കൽപ്പിക്കുന്നു. വൽ ഇക്റാം, അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആദരവ് നൽകുന്നു. അതുപോലെ അവന്റെ അടിമകൾ അവനെ ആദരിക്കുന്നു. ഈ പേരിന് ചില പണ്ഡിതന്മാർ നൽകിയ മറ്റൊരു വിശദീകരണം, രണ്ട് വിശദീകരണം പരസ്പരം എതിരല്ല, പരസ്പരം യോജിക്കുന്ന, പരസ്പര പൂരകങ്ങളായ വിശദീകരണമാണ്. അതെന്താണ്? ദുൽ ജലാൽ എന്നാൽ അടിമകൾ അള്ളാഹുവിന് നൽകുന്നതാണ്. അവൻ മഹത്വമുള്ളവനാണ്, അവനെ മഹത്വപ്പെടുത്തുന്ന അടിമകൾ. വൽ ഇക്റാം, അവൻ
അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആദരവ് നൽകുന്നു. ഏതുപോലെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഹുവ അഹ്ലു തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ. അഹ്ലു തഖ്വ അവൻ സൂക്ഷിക്കേണ്ടവനാണ്, അടിമകൾ സൂക്ഷിക്കേണ്ടവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. വ അഹ്ലുൽ മഗ്ഫിറ അവൻ മഗ്ഫിറത്തുള്ളവനാണ്, അടിമകൾക്ക് പാപമോചനം നൽകുന്നവനാണ്. ഒന്ന് അങ്ങോട്ടുള്ളതാണ്, രണ്ടാമത്തേത് ഇങ്ങോട്ടുള്ളതാണ്. അഹ്ലു തഖ്വ അഹ്ലുൽ മഗ്ഫിറ. അങ്ങനെയാണ് ദുൽ ജലാൽ വൽ ഇക്റാം എന്നതിന്റെ വിശദീകരണം, അങ്ങനെ ഒരു വിശദീകരണം പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ദുൽ ജലാൽ അവൻ അടിമകൾ മഹത്വം കൽപ്പിക്കുന്നവനാണ്, അടിമകൾ അവനെ മഹത്വപ്പെടുത്തുന്നു. വൽ ഇക്റാം അവൻ അടിമകൾക്ക് ഇക്റാം നൽകുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഇക്റാം എന്നാൽ ശരിക്കും മനസ്സിലാക്കുക, അള്ളാഹു അടിമകൾക്ക് നൽകുന്ന ഇക്റാം എന്നാൽ രണ്ട് ഇനമുണ്ട്. ഒന്ന് ആം, മറ്റൊന്ന് ഖാസ്. ഒന്ന് ആം. ആം എന്നാൽ പൊതുവായുള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അവൻ പടപ്പുകൾക്ക് ഉപകാരമുള്ളത് പലതും നിശ്ചയിച്ചിരിക്കുന്നു, അങ്ങനെ അവർക്ക് അവൻ ഇക്റാം നൽകിയിരിക്കുന്നു. അതിൽ മുസ്ലിമും കാഫിറും ഒക്കെ പെടും. അള്ളാഹു പറഞ്ഞില്ല, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനൽ ത്വയ്യിബാത്ത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല. ആദമിന്റെ മക്കളെ മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ കരയിലും കടലിലും നാം അവരെ സഞ്ചരിപ്പിച്ചിരിക്കുന്നു, വാഹനപ്പുറത്തേറ്റിയിരിക്കുന്നു. വറസഖനാഹും മിനൽ ത്വയ്യിബാത്ത് വിശിഷ്ടമായതിൽ നിന്ന് നാം അവർക്ക് റിസ്ക് ഉപജീവനം നൽകിയിരിക്കുന്നു. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല നാം പടച്ച പലരെക്കാൾ അവർക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. നോക്കൂ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു അനുഗ്രഹം നൽകിയാൽ അതെല്ലാം യഥാർത്ഥത്തിൽ അവൻ ആദരിച്ചതുകൊണ്ട് നൽകിയതായിരിക്കണം എന്നില്ല. മനസ്സിലായില്ലേ? ഇൻആം അനുഗ്രഹം നൽകുക അതൊക്കെ എന്തല്ല ഇക്റാമല്ല. എന്നാൽ ഇക്റാമൊക്കെ ഇൻആമാണ് എന്നാണ്. മനസ്സിലായില്ലേ? അതായത് അവൻ എന്തെങ്കിലും ഒരാൾക്ക് പണം നൽകി, അത് ഇവന്റെ ഉള്ളിലുള്ള നന്മ കൊണ്ട് നൽകിയതാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേസമയം അള്ളാഹു ഒരുവന് ആദരവ് നൽകി, ഒരുവന് ശ്രേഷ്ഠത നൽകി, ഈമാനിലേക്ക് വഴി നടത്തി, അത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അതുപോലെ ഇക്റാമുമാണ്. അതല്ലേ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യൻ അവനെ അള്ളാഹു പരീക്ഷിച്ചാൽ, റബ്ബ് അവനെ പരീക്ഷിച്ചാൽ, അവന് ഫഅക്രമഹു അതേത് ഇക്റാമാണ്, ആമായ ഇക്റാമാണ്. അവൻ അള്ളാഹു ആദരിച്ചു, വനഅമഹു അവൻ അനുഗ്രഹം ചൊരിഞ്ഞു, ഫയഖൂലു റബ്ബി അക്രമൻ അവൻ പറയും എന്ത്? അള്ളാഹു എന്നെ ഇതാ ആദരിച്ചിരിക്കുന്നു, അള്ളാഹു പ്രത്യേകമായ ആദരവ് എനിക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് അവൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്റെ മേന്മയാണിത് എന്ന രൂപത്തിൽ. എന്നാൽ അള്ളാഹു അത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ ആയത്തുകൾക്ക് ശേഷം കല്ല എന്ന് പറഞ്ഞത്. ഇല്ല, അങ്ങനെയല്ല കാര്യം. മറിച്ച് അള്ളാഹു ഒരുവന് ഒരു പക്ഷേ തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ഒരു പക്ഷേ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ നീട്ടി നൽകിയേക്കാം. അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാം, ഇദാ റഅയ്തല്ലാഹ യുഅതിൽ അബ്ദ അലാ മഅസിഹി മാ യുഹിബ്ബ് ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ കണ്ടാൽ ഒരടിമ തിന്മകൾ, തോന്നിവാസങ്ങൾ, അള്ളാഹുവിനോടുള്ള അനുസരണക്കേടുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അള്ളാഹു അവൻ അനുഗ്രഹങ്ങൾ നൽകുകയാണ് എങ്കിൽ ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അത് ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്നാൽ പടിപടിയായി പിടികൂടുക എന്നതാണ്. എന്നിട്ട് അവിടുന്ന് ആയത്തോതി, ഫലമ്മ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. എന്താണ് ആയത്തിലുള്ളത്? അവർക്ക് നൽകപ്പെട്ട ഉത്ബോധനം അതവർ മറന്നു കളഞ്ഞപ്പോൾ നാം അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളുടെയും വാതിൽ തുറന്നു നൽകി. അങ്ങനെ അവർക്ക് കിട്ടിയതിൽ അവർ ആഹ്ലാദചിത്തരായി ഇങ്ങനെ ജീവിക്കുമ്പോൾ അഖദ്നാഹും ബഗ്ത,
പെട്ടെന്ന് നാം അവരെ പിടികൂടി. ഫൈദാഹും മുബ്ലിസൂൻ, അപ്പോഴത് അവർ വെപ്രാളപ്പെടും. അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുക, തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അനുഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുക. തീവ്രദോഷികളായ ആളുകൾ അതിൽ വഞ്ചിതരായി പോകും. അവർ വിചാരിക്കും അള്ളാഹു എന്നെ എന്റെ പ്രവർത്തനങ്ങൾ കാരണത്താൽ ആദരിച്ചതാണ് എന്ന്. വലയ്യാദു ബില്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. അതുകൊണ്ട് തിന്മകൾ അതിൽ നിന്ന് വേഗത്തിൽ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നു എന്നതിൽ ഒരാൾ വഞ്ചിതനാകരുത്. അത് പൊടുന്നനെ നീങ്ങിപ്പോയേക്കാം, പെട്ടെന്ന് അള്ളാഹുവിന്റെ ശിക്ഷ വന്നേക്കാം. അസ്സലുല്ലാഹുൽ ആഫിയത്ത് വസ്സലാമ. നോക്കൂ നിങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, എന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചാൽ, ഖൈർ ലഭിച്ചാൽ, അള്ളാഹുവെങ്കിൽ എനിക്കെന്തോ സ്ഥാനമുള്ളത് കൊണ്ട് അള്ളാഹു നൽകിയതാണിത് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോകരുത്. അങ്ങനെ വിചാരിക്കരുത്. മറിച്ച് എപ്പോഴും നീ നോക്കിക്കാണേണ്ടത് നിന്റെ പാളിച്ചകളാണ്, തിന്മകളാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം, അവനെക്കുറിച്ച് നല്ലത് വിചാരിക്കുക. അതുപോലെ അവനവനെക്കുറിച്ച്, അവനവന്റെ പാളിച്ചകളെ കുറിച്ചാണ് ഏതൊരാളും നോക്കിക്കാണേണ്ടത്. ഒരാൾ പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്നത് നീ കാണുകയാണ്. അവരുടെ അമലുകളാകട്ടെ നേരെയാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നന്മകൾ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാളൊരു പരീക്ഷണത്തിന് വിധേയനായാൽ അതുകൊണ്ട് വിചാരിക്കണ്ട അള്ളാഹു അവനെ സ്നേഹിക്കുന്നില്ലെന്നോ അള്ളാഹു അവനെ വെറുക്കുന്നെന്നോ നീ വിചാരിക്കരുത്. മറിച്ച് ഒരു പക്ഷേ അള്ളാഹു അവനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും അത് നൽകുന്നത്. കാരണം പലപ്പോഴും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകൾ അവൻ പരീക്ഷിക്കും. أشد الناس بلاء الأنبياء ثم الأمثل فالأمثل. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും കഠിനമായ പരീക്ഷണത്തിന് വിധേയരാകുന്നവർ
നബിമാരാണ്, പിന്നെ അവരെ പോലുള്ളവർ. അള്ളാഹു ഒരു കൂട്ടരെ ഇഷ്ടപ്പെട്ടാൽ അവൻ അവരെ പരീക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഒരു പക്ഷേ അള്ളാഹുവിന്റെ മഹബത്തിന്റെ അടയാളമായിരിക്കാം, അതല്ലാതെ അള്ളാഹു വെറുത്തതിന്റെ അടയാളമാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ നിങ്ങൾ, സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ, لو كانت الدنيا تعدل عند الله جناح بعوضة ما سقى كافرا منها شربة ماء. അള്ളാഹുവിങ്കിൽ ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് അവനെ നിഷേധിച്ചവർക്ക് ഒരു തുള്ളി വെള്ളം അവൻ കുടിക്കാൻ നൽകുമായിരുന്നില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില അള്ളാഹു ഈ ദുനിയാവിന് നൽകിയിട്ടില്ല. അതുകൊണ്ട് അവനെ നിഷേധിച്ചവരും അവന്റെ ദീനിനെ തള്ളിക്കളഞ്ഞവരും ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ മുഴുകുന്നത്, ദുനിയാവിൽ ഭൂമിയിൽ അവരിങ്ങനെ വിഹരിക്കുന്നത് കണ്ട് നീ വഞ്ചിതനാകരുത്. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറു ഫിൽ ബിലാദ്. അവരുടെ ഈ വിഹാരം അത് കണ്ട് നീ വഞ്ചിതനായി പോകരുത്. ഇത് നമ്മൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക. നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ ഇക്റാം അത് ഖാസ്സായ ഇക്റാമാണ്, പ്രത്യേകമായ ഒരു ആദരവ്. അത് അള്ളാഹു അവന്റെ അടിമകളിൽ മുഅ്മിനുകൾക്ക് നൽകുന്ന ഇക്റാമാണ്. എന്താണ്? അവനെ അനുസരിക്കാൻ, അള്ളാഹുവിന്റെ താഅത്തിൽ ഏർപ്പെടാൻ, അവനെ അനുസരിച്ചു ജീവിക്കാനുള്ള തൗഫീഖ്, അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യേകമായ ഇക്റാമാണ്. ദുനിയാവിൽ അവർ ഒരു പക്ഷേ പരീക്ഷിക്കപ്പെട്ടാൽ പോലും, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹ് അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. അള്ളാഹുവിന്റെ ഒരു നബിയാണ് അയ്യൂബ് അലൈഹിസ്സലാം. 18 നീണ്ട വർഷങ്ങളാണ് പരീക്ഷിക്കപ്പെട്ടത്. ഇദ് നാദാ റബ്ബ, അവിടുന്ന് തന്റെ റബ്ബിനെ വിളിച്ചു തേടിയ സന്ദർഭം. അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. റബ്ബേ, എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, നീ അർഹമുർ റഹീമീനാണ്, നീ ഏറ്റവും കരുണ ചൊരിയുന്നവനാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരാൾ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളിൽ, ദുനിയാവിന്റെ കടുത്ത ദുരിതത്തിൽ ജീവിച്ചു, നാളെ പരലോകത്ത് അവൻ അള്ളാഹുവിനെ അനുസരിക്കാതെ അവനെ നിഷേധിച്ച് ജീവിച്ചവനായിട്ടാണ് നാളെ പരലോകത്ത് വരുന്നതെങ്കിൽ ഒരിക്കലും അത് അള്ളാഹുവിൽ അവന് ഒരു ഒഴിവഴിവായി പറയാൻ സാധ്യമല്ല. കാരണം അയ്യൂബ് അലൈഹിസ്സലാമുണ്ട് മാതൃകയായി. ഇത്ര കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയനായിട്ടും ഒരിക്കലും അവിടുന്ന് ഈമാനിൽ നിന്ന് ഒരിഞ്ച് പിന്മാറിയിട്ടില്ല. ഒരാൾക്ക് ദുനിയാവിലെ സുഖ സൗകര്യങ്ങളെല്ലാം ലഭിച്ചു, ദുനിയാവിൽ അതടക്കി ഭരിച്ച ഒരാളായി മാറിയൻ, അതുകൊണ്ട് അതിലൊക്കെ കണ്ണഞ്ചി പോയി, അതിൽ മതിമറന്ന്, അതിൽ നേരം കിട്ടാതെ നാളെ പരലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കാത്തവനായിട്ട് അവൻ വന്നു. എന്നിട്ട് അതവൻ ഒരിക്കലും അള്ളാഹുവിനോട് ന്യായമായി പറയാൻ സാധിക്കുകയില്ല. അള്ളാഹു, എനിക്ക് ഇത്രയും ദുനിയാവ് കിട്ടിയിട്ട് നീയാണല്ലോ ഇത് എനിക്ക് തന്നത്, അതുകൊണ്ട് നിന്നെ അനുസരിക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. മാതൃകയായി അവനെതിരിലുള്ള തെളിവായി ആരുണ്ട്? സുലൈമാൻ അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ നബിമാരിലൊരാൾ. ഒരിക്കലും അത് ഈ രണ്ട് രൂപത്തിൽ ഒരാൾ പരീക്ഷിക്കപ്പെട്ടാലും സാധ്യമല്ല. ഇന്ന് ചില വിവരദോഷികളായ ചില യുക്തിവാദികൾ, മതനിഷേധികൾ, ആ നജസുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ചില പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കാണിച്ചിട്ട് പറയും, കണ്ടോ എന്തിനാണ് അള്ളാഹു ഇവരിങ്ങനെ പഠിച്ചത് എന്ന് പറയുകയാണ്. ഈ വിവരദോഷി ചിന്തിക്കുന്നുണ്ടോ? അതൊരു പ്രശ്നമാണ്, അതൊരു പോരായ്മയാണ് എന്നവന് തോന്നുന്നത് തന്നെ ദുനിയാവിൽ ഒന്നാകെ അള്ളാഹുവിന്റെ അനുഗ്രഹം നിറഞ്ഞതുകൊണ്ടാണ്, അല്ലേ? ഒരു കുറവായി തോന്നണമെങ്കിൽ എന്ത് വേണം? ഇവിടെ പൂർണ്ണത ഉണ്ടാണ്ടേ, എന്നാലല്ലേ അതൊരു പ്രശ്നമാണ് എന്ന് നിനക്ക് തോന്നുകയുള്ളൂ, അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് തന്നെ ലോകം കൃത്യമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്നതിന്റെ തെളിവാണ്. അതോടൊപ്പം അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചതിന്റെ പിന്നിൽ ധാരാളം ഹിക്മത്തുകൾ വേറെയുണ്ട്. അവർക്കൊരു പരീക്ഷണമാണ്. നാളെ പരലോകത്ത് ആ പരീക്ഷണം അനുഭവിക്കാത്തവർക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉന്നതമായ ദറജകൾ, ഈമാനും സാലിഹായ അമലും ഉണ്ടെങ്കിൽ, അള്ളാഹു വിശ്വസിച്ച് പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചതാണ് അവരെങ്കിൽ
നാളെ പരലോകത്ത് ലഭിക്കുന്നതാണ്. അവരുടെ ബന്ധുക്കൾക്കുള്ള പരീക്ഷണമാണ് എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നന്ദി കാണിക്കാനുള്ള പാഠമാണ്. റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്നെ അങ്ങനെ ആക്കാൻ യാതൊരു പ്രയാസവുമില്ല. എന്തെല്ലാം ഹിക്മത്തുകൾ, അള്ളാഹുവിന്റെ എന്തെല്ലാം ഹിക്മത്തുകൾ അതിന് പിന്നിലുണ്ട്. റബ്ബിന്റെ കഴിവ് അത് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു എത്ര കഴിവുള്ളവനാണ്. അവൻ ഇങ്ങനെ സൃഷ്ടികളെ പടക്കാൻ കഴിവുള്ളവനാണ്, അങ്ങനെയും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. എങ്ങനെ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിക്കും. ഇതാണ് ഒരു മുഅ്മിൻ ചിന്തിക്കുക. എന്നാൽ ഇവൻ കിട്ടിയ ആരോഗ്യം കൊണ്ട്, അള്ളാഹു തന്ന നാവ് കൊണ്ട് കോടാനുകൂടി മനുഷ്യരിൽ അനുഗ്രഹം ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യരിൽപ്പെട്ട അവൻ ഇങ്ങനെയുള്ള കുറഞ്ഞ ആളുകളെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ ഹിക്മത്തിനെ ചോദ്യം ചെയ്യുകയാണ്. മനുഷ്യ, നീ എത്രമാത്രം നന്ദി കെട്ടവനാണ്, എത്രമാത്രം ബുദ്ധിശൂന്യനാണ്. അങ്ങനെയല്ല മുഅ്മിനുകൾ കാര്യങ്ങളെ നോക്കിക്കാണുക. നോക്കൂ, ചില ആളുകൾ ചോദിക്കുന്നത് പോലെ മുസ്ലിമീങ്ങൾ അവരാണ് സത്യത്തിന്റെ ആളുകൾ എങ്കിൽ എന്തുകൊണ്ടാണ് ഈ വക പരീക്ഷണങ്ങൾ അവർക്ക് വരുന്നത്, പല മുസീബത്തുകളും അവർ അനുഭവിക്കേണ്ടി വരുന്നത്? അവർക്കുള്ള മറുപടി നോക്കൂ നിങ്ങൾ. മുസീബത്തുകൾ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്കാണ് ഉണ്ടാകുന്നത്, അള്ളാഹുലും പരലോകത്തിൽ വിശ്വസിച്ചവർക്കാണ് ഉണ്ടാകുന്നത്. മുസീബത്തുകൾ അത് ശുദ്ധീകരിക്കാനുള്ളത്, ആളുകൾ അത് ശുദ്ധീകരിക്കും. അള്ളാഹു അത് മുഖേന വലിയ പ്രതിഫലം നൽകും. അതുപോലെ അള്ളാഹു അത് മുഖേന പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇങ്ങനെ പല ഹിക്മത്തുകൾ അതിന്റെ പിന്നിലുണ്ട്. മുസീബത്തുകൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാനോ കൊതിക്കാനോ പാടില്ല. എന്ന് മാത്രമല്ല, എപ്പോഴും ഒരു കൂട്ടരുടെ കയ്യിലാവുകയില്ല പന്ത്. നാം അത് ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും. ഇന്നൊരു കൂട്ടർ അധികാരികളാണെങ്കിൽ നാളെ അക്കൂട്ടർ അധികാരത്തിന് കീഴിൽ, മറ്റുള്ളവർക്ക് കീഴിൽ കഴിയുന്നവരായിരിക്കും. ഇന്നൊരു കൂട്ടർ ഭരണീയരാണെങ്കിൽ നാളെ അവർ ഭരണാധികാരികളായിരിക്കും. ഇത് ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വേദനകൾ നമുക്ക് മാത്രമുള്ളതല്ല. വഹദിൽ മുസ്ലിമീങ്ങൾ പരീക്ഷണം അനുഭവിച്ചു. അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ അവരും വേദന അനുഭവിക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കാത്തത്, അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ലാത്തത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, പരലോകത്ത് ആളുകൾ കൃത്യമായി വേർതിരിയുകയും ചെയ്യും. അള്ളാഹുവിന്റെ യഥാർത്ഥ ഇഖ്റാം, അള്ളാഹുവിന്റെ യഥാർത്ഥ അനുഗ്രഹം അത് സ്വർഗമാണ്. യഥാർത്ഥ ശിക്ഷ, യഥാർത്ഥ അപമാനം അത് നരകമാണ്. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാമ. അവിടെയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ വേർതിരിയുക, യഥാർത്ഥത്തിൽ ആളുകൾ രണ്ടായി പിരിയുക. അവിടെയാണ് അവൻ ദുൽ ജലാലി വൽ ഇക്റാമാണ്. നോക്കൂ നിങ്ങൾ, ഈ പേരുകൊണ്ട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് തേടുക എന്നത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അദ്ദേഹം പറയുകയാണ്, കുന്തു ജാലിസൻ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ് വറജുലുൻ യുസല്ലി. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ പ്രാർത്ഥിച്ചു, നിസ്കരിക്കുകയാണ് അയാൾ. അദ്ദേഹം നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കേട്ടു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ല അൻതൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇങ്ങനെ അള്ളാഹുവിന്റെ പേരുകളും വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ ബിസ്മിഹിൽ അഅ്ദം, അള്ളാഹുവിന്റെ അലിസ്മുൽ അഅ്ളം, ഏറ്റവും ശ്രേഷ്ഠമായ പേരാണ് അവൻ വിളിച്ചിരിക്കുന്നത്. അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ് വഇദാ സുഇല ബിഹി അഅതാ. അത് മുഖേന ചോദിച്ചാൽ അള്ളാഹു നൽകും, അത് മുഖേന പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരമേകും. അങ്ങനെ പറയപ്പെട്ട ഈ ദുആയിൽ ഈ പേര് വന്നിട്ടുണ്ട്, ദുൽ ജലാലി വൽ ഇക്റാം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അലിദ്ദൂ ബിയാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് നിങ്ങൾ ആവർത്തിച്ചു വിളിക്കുക. അലിദ്ദു എന്ന് പറഞ്ഞാൽ കേണ് ചോദിക്കുക. ചില റിവായത്തുകൾ അലിഹു എന്ന് കാണാം. അലിഹു എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നതിന് എന്ത് പറയും? അലഹ എന്ന് പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞ് പോകാൻ ഇരുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹക്ക് അവർക്ക് ബാക്കി നബിയുടെ ഭാര്യമാർ ഹജ്ജ് ചെയ്തതുപോലെ അല്ല ഹജ്ജ് ചെയ്യാൻ സാധിച്ചത്.
ആ സമയത്ത് അശുദ്ധി ഉണ്ടായിരുന്നത് കാരണത്താൽ ആദ്യം ഉംറയും പിന്നെ തഹല്ലുലായി ഹജ്ജും അങ്ങനെ നിർവഹിക്കാൻ, തമത്തുഇന്റെ രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ അവർക്ക് സാധിച്ചില്ല. മറിച്ച് അവർ ഖിറാനായ രൂപത്തിലാണ്, ഹജ്ജും ഉംറയും ഒരുമിച്ച് വന്ന രൂപത്തിലാണ് ഹജ്ജ് നിർവഹിച്ചത്. അതുകൊണ്ട് അവർക്ക് വീണ്ടും ആഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാവരും 2 ഹജ്ജും ഉംറയുമായി മടങ്ങുന്നു, എനിക്ക് ഉംറ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഹജ്ജിന് ഉംറയുമുണ്ട്. പക്ഷേ എന്ത് ചെയ്തു? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ചോദിച്ചു, അലഹത്ത്, വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരൻ അബ്ദുറഹ്മാനോട് റളിയല്ലാഹു അൻഹു ആയിഷയെ കൂട്ടി പുറത്തേക്ക് പോയി, ഹറമിന് പുറത്തേക്ക് പോയി, അവിടുന്ന് ഇഹ്റാം ചെയ്ത് വന്ന് ഉംറ നിർവഹിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ അവിടെ കാത്തിരിക്കുകയാണ് ചെയ്തത്. അവർ രണ്ടാമതൊരു ഉംറക്ക് പോയിട്ടില്ല. നോക്കൂ നിങ്ങൾ, വീണ്ടും വീണ്ടും ആവശ്യപ്പെടുക, വീണ്ടും വീണ്ടും ചോദിക്കുക, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അവനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. എന്ത്? യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അവന്റെ അസ്മാ കൊണ്ട്, അവന്റെ പേരുകൾ കൊണ്ട് ശ്രേഷ്ഠമായ അവന്റെ വിശേഷണങ്ങൾ മുൻനിർത്തി അവനോട് ചോദിക്കുക എന്നത് ശ്രേഷ്ഠമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ അസ്മാ, അവന്റെ പേരുകൾ, അവന്റെ വിശേഷണങ്ങൾ, അത് എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം അതിനോളം ശ്രേഷ്ഠമായ മറ്റൊരു വിജ്ഞാനമില്ല. അതുപോലെ നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മെ നന്നാക്കുന്ന വേറെ ഒരു വിജ്ഞാനവുമില്ല. അതിന് സഹായകമാകുന്ന ഏതാനും കാര്യങ്ങളാണ് ഈ ദർസുകളിൽ നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചത്. അസ്മാഉൽ ഹുസ്ന വിഷയത്തിലുള്ള ഈ ദർസുകൾ ഇന്ന് ഈ ദർസോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. അവനെക്കുറിച്ച് യഥാവിധി മനസ്സിലാക്കാനും അവന്റെ യഥാർത്ഥ ഇബാദുകളായി ജീവിക്കാനും അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി ജീവിച്ചു മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا يا حي يا قيوم يا ذا الجلال والإكرام يا رب العالمين يا سميع يا عليم لا إله إلا أنت سبحانك إنا كنا من الظالمين. اللهم إنا نسألك بأننا نشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، أن تغفر لنا وترحمنا وأن ترزقنا وأن تعافينا وأن تسددنا وأن تهدينا يا رب العالمين. اللهم إنا نسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم. اللهم اغفر لنا وارحمنا وعافنا وارزقنا، اللهم اهدنا وسددنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم عافنا وعافي آباءنا وعافي أمهاتنا وعافي أبناءنا وعافي بناتنا وعافي إخواننا وأخواتنا يا رب العالمين. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا، ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. اللهم أعنا ولا تعن علينا، انصرنا ولا تنصر علينا، وامكر لنا ولا تمكر علينا، واهدنا ويسر الهدى لنا، وانصرنا على من بغى علينا. ربنا اجعلنا لك شاكرين، لك ذاكرين، لك مطيعين، لك راهبين، لك مخبطين، إليك أواهين منيبين. ربنا تقبل توبتنا واغسل حوبتنا وأجب دعوتنا وثبت حجتنا وسدد ألسنتنا واصلل سخيمة صدورنا يا رب العالمين. اللهم اغفر لنا وارحمنا وأدخلنا جنتك وأجرنا من النار. اللهم أدخلنا الجنة وأجرنا من النار. اللهم أدخلنا الجنة وأجرنا من النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.
سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته